വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇതൊരു ക്യൂട്ട് ആൻഡ് ഷോർട്ട് വ്ളോഗ് ആയിരിക്കും. ക്യൂട്ടായിരിക്കും എന്നറിയില്ല, ബട്ട് ഷുവർലി ഷോർട്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ്. അങ്ങനെ 25 വയസ്സായി എനിക്ക്. പ്രായമായി എന്ന് പറയാം, വേറെ ഒന്നുമില്ല. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു 50 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ പ്രായമായി എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ അനുസരിച്ച് നമുക്കൊരു 25 കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി കാലം ജീവിച്ചു എന്നാണ്. സോ ആൻറ്റി എറ അറ്റ് ഇറ്റ്സ് പീക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷുവർലി യു ക്യാൻ കോൾ മീ ആൻറ്റി. ഇനി തൊട്ട് 25 വയസ്സായവരൊക്കെ ആൻറ്റി എന്ന് വിളിക്കാമല്ലോ. പക്ഷെ വെറുതെ വിളിക്കണ്ട, ആൻറ്റി എന്ന് വിളിക്കാൻ പ്രായമായവർ മാത്രം വിളിച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണ്. പക്ഷേ ബർത്ത്ഡേക്ക് നമ്മൾ ഒരുപാട് പ്ലാൻസ് ഒന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെയാണ് സ്ട്രിക്ട്ലി അതിന് നോട്ടത്. നമുക്കങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് എന്തിനാന്ന് വെറുതെ, നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ആനിവേഴ്സറി, വി വെൻ ഫോർ എ വെക്കേഷൻ, നമ്മൾ അവിടെ നല്ല അടിച്ചു പൊളിച്ച് നല്ല ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിൻ്റെ പാർട്ട് 2 വ്ളോഗ് വരാനുണ്ട്. അത് ഞാൻ ഇടാം കേട്ടോ, എഡിറ്റിങ്ങിലാണ്. സോ ഈ വ്ളോഗായിരിക്കും ആദ്യം വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം നമ്മൾ കണ്ണൂരാണല്ലോ, ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് ഒരു ടോപ്പ് ഞാൻ ജസ്റ്റ് എപ്പോഴോ കാഷ്വലി ഒന്ന് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ്. ഇതെൻ്റെ ഹൽദീൻ്റെ ഒരു പലാസോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറശ്ശിനി പോകാൻ പോവാണ്. പിറന്നാളായിട്ട് നമ്മൾ ദൈവത്തിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റുന്ന സമയമാണെങ്കിൽ, ഗേൾസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അമ്പലത്തിൽ അല്ലെങ്കിൽ ബാക്കി എനിക്കറിയില്ല കേട്ടോ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നമ്മുടെ ഒരു ഇതിൽ അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പോവാം. സോ ഐ പ്രൊമോട്ട്, ഷോ സം ഗ്രാറ്റിറ്റ്യൂഡ്. അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലൈഫ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്. ഞാൻ ഈ 25 വർഷം ഞാൻ ജീവിച്ചതും ദൈവം സഹായിച്ച് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടാണ്. ബുദ്ധിമുട്ടുകളില്ല എന്ന് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ 25 വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, ഹെൽത്ത് വൈസ് ഡൗണിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത്ര ആൾക്കാരെ നമുക്ക് ആക്ച്വലി വേണ്ടു. ഇത്ര ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ക്ലീൻ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് ഇന്നത്തെ ദിവസം നെഗറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻ, എന്നെ ഒരുപാട് കുട്ടികൾ, കുഞ്ഞു മക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെനിക്ക് മെസ്സേജസ് അയക്കാറും എനിക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. 13, 15, 16, 18 ബിലോ കുട്ടികളാണ്, ക്യൂട്ട് കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്ന കുട്ടികൾ. അപ്പോൾ അവരോടൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണും. നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ വരെ നിങ്ങളെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഒന്നിലും നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിലീവ് അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തൂ എന്നുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ അപ്പം അടിച്ചു കയറി അവരോട് ഇങ്ങനെ ഭയങ്കര പറയുന്നുണ്ടെങ്കിൽ പോലും യു വിൽ റിയലൈസ് അവരന്ന് നോ പറഞ്ഞത് എന്തിനാന്നുള്ളത്. അതുകൊണ്ട് ഈ 25 വയസ്സായിരിക്കുന്ന മേടയിൽ എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്, ലിവ് ദ ലൈഫ്, ആൻഡ് ഓൾവേസ് യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്. നിങ്ങൾക്ക് എന്തുണ്ടോ അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇല്ലാത്തതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. എനിക്കതില്ലല്ലോ, അവർക്ക് അതുണ്ടല്ലോ, അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നോ, യു ക്യാൻ ഓൾസോ ഗെയിൻ ദാറ്റ്. നിങ്ങൾക്കും അത് കിട്ടും, അവർക്കത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. സോ എങ്ങനെ കിട്ടും, എങ്ങനെ അത് കിട്ടിക്കാമെന്ന് നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രേ ചെയ്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ കുട്ടി കാര്യങ്ങൾ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഇരുന്നിട്ടേ കാല് നീട്ടാവൂ, അല്ലാണ്ട് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തലയും കുത്തി വീഴും. സോ ട്രസ്റ്റ് ദ പ്രോസസ്, ടേക്ക് യുവർ ഓൺ ടൈം, ലിവ് ദ ലൈഫ്. യങ് ജനറേഷൻ, കുഞ്ഞു പ്രായത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് തെറ്റായ ഡിസിഷൻസ് ഒന്നും ലൈഫിൽ എടുക്കരുത്. നല്ല രീതിയിൽ ജീവിച്ചു പോയിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ ദ റൈറ്റ് ടൈം വിൽ കം, റൈറ്റ് പേഴ്സൺ വിൽ കം, റൈറ്റ് ഡെസിഷൻസ് വിൽ കം, എവറിത്തിങ് വിൽ ബി റൈറ്റ് ഓൺ പ്ലേസ്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എൻ്റെ പിറന്നാൾ പ്രമാണിച്ചുള്ള പ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പു ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ റെഡിയാവാൻ വേണ്ടി കയറിയിരിക്കുക. നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലെ പ്രസാദം കഴിക്കാം എന്നാണ് ഇന്ന് എൻ്റെ പ്ലാൻ. അപ്പവും പപ്പയും ചോട്ടുവിനെ ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോയിക്കാണ് അവർ. മേ ബി ഇപ്പോൾ വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അവിടെ എത്തിയിട്ട്
അല്ലെങ്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അപ്പു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ വിഷ് മീ ഹാപ്പി ബർത്ത്ഡേ, കമൻറ്റ് ബിലോ. ഓക്കെ, ബൈ. ആരാ വന്നേ നോക്കിയേ. എനിക്ക് ചൂട് സഹിക്കാനായിട്ട് ഞാൻ മുടി ഇങ്ങനെ ചുട്ടിക്കുട്ടി കെട്ടിട്ടോ. എങ്ങനെ സ്റ്റൈൽ കെട്ടിയാൽ അവസാനം ഞാൻ ഇങ്ങനെ പോണിറ്റെയിലായി മാറും. എൻ്റെ ന്യൂ ഹെയർ കളർ കണ്ടോ? ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് മൈ ന്യൂ ഹെയർ കളർ ആൻഡ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നോട് ചോദിച്ചു എന്താ ബർത്ത്ഡേക്ക് വേണ്ടേ, കാരണം റാൻഡമായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് തോട്ട്ഫുൾ ആയിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യം ഇതായിരുന്നു. എനിക്ക് ഹെയർ കളർ ചെയ്യണം എന്നൊരു കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ മനസ്സിലൊരു ട്രാൻസ്ഫോർമേഷൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പനോട് എനിക്ക് ഹെയർ കളർ ചെയ്യാൻ എന്നെ കൊണ്ടുപോകുമോ, അപ്പം ഞാൻ സ്പോൺസർ ചെയ്യാൻ നീ കളർ ചെയ്തോന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തത് ഗ്ലോബൽ ഹൈലൈറ്റിംഗ് ആണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇനി ഇതെന്താ ചെയ്തതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് ഗ്ലോബൽ ഹൈലൈറ്റിംഗ്. ഇത് അപ്പുവിൻ്റെ സ്കിൻ കെയർ കഴിയുന്നില്ല. നീ എന്നെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തില്ലല്ലോ. ഇവൻ എന്നെ വിഷ് ചെയ്തില്ല ഇന്നലെ ഒന്നും. പിന്നെ രാത്രി വിഷ് ചെയ്തു. രാത്രിയല്ല, രാവിലെ പുലർച്ചെ. ഞങ്ങൾ പുറത്തായിരുന്നു ഇന്നലെ രാത്രി. വരാനൊക്കെ ഒരുപാട് ലേറ്റായിപ്പോയി. വേഗം റെഡിയാവും. പപ്പയും അമ്മയോടെ ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ സമയമായി റെഡി ആവാൻ പോകാൻ പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും റെഡിയായി. അപ്പൂൻ്റെ മേക്കപ്പ് കഴിഞ്ഞില്ല. പോവാം. പുതിയ ഷർട്ടൊക്കെ അടിച്ച് സുന്ദരനായിട്ട്. എൻ്റെ പറഞ്ഞാണെങ്കിൽ അപ്പു വന്ന് പുതിയ ഡ്രസ്സ് ഇട്ടേക്കുന്നു. ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 പാരൻസിൻ്റെ വകി ഡ്രസ്സ് ഉണ്ട്. അമ്മ അക്കൗണ്ടിൽ പൈസ ഇട്ട് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ. പപ്പയും ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 ഡ്രസ്സ് എടുത്തിട്ട് വരാം. നീ ഒരു ഡ്രസ്സ് നീ എടുത്തോ. എന്നാല് നിനക്ക് ഡ്രസ്സ് വേണ്ടല്ലോ ഇപ്പോ, പോവല്ലേ? നാളല്ല, മറ്റന്നാ. അപ്പോൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. മറ്റന്നാ പോവാട്ടോ. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. പെട്ടെന്നൊന്നും വരില്ല, 2 മന്ത്സിനുള്ളിൽ വരും. അത് കുഴപ്പമില്ല. അപ്പു പോയി ഞാൻ കുറച്ച് ദിവസം വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേനും 2 മന്ത്സ് എല്ലാം പോവാൻ പണിയില്ല. കൊറേ ദൂരാകുമ്പോഴാണ്. എന്റെ വീട്ടിൽ പോവാൻ നീ എന്തിനാ പോണ്ടാന്ന് പറയുന്നത്? നിന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാ കേക്ക. ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരണ്ട പറഞ്ഞാ കേക്ക. എന്റെ വീട്ടിലേക്ക് പോണോ ഉണ്ടെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. എന്റെ വീട്, എന്റെ കട്ടില്, എന്റെ കിടക്കാൻ ഞാൻ പോയി കിടക്കും. അയ്യോ, അങ്ങനെയാണ്. അതൊന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. പോവാ, ബൈ. നമുക്ക് പറശ്ശിനി പോകാൻ വേണ്ടി 2 വഴികളുണ്ടല്ലോ. ഒന്നല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് പോവാം. ഇത്തവണ നമ്മൾ അങ്ങനെയാണ് കേട്ടോ പോയെ. ഇതൊരു പേ പാർക്കിംഗ് ഏരിയ ആണ്. എപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ ഒരുപാട് പട്ടിക്കുട്ടികളെ കാണാറുണ്ട്. ഇത്തവണ അങ്ങനെ കണ്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്. നമ്മളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ നമുക്ക് പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു അമ്പലം, ദൂരെയുള്ള ഒരു അമ്പലം, അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കായിട്ട് അങ്ങനെ പോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക്, എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ പോകുന്ന ഒരു ഫീലായി പറശ്ശിനി പോകുന്ന കേട്ടോ. നമ്മളെ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഓരോ രീതി ആയിരിക്കുമല്ലോ. ഞാൻ പൊതുവേ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവമേ അത് നടത്തി തരണേ, ഇത് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാറില്ല. പോകുന്ന സമയം വരെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു, അപ്സ് ആൻഡ് ഡൗൺസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു താങ്ക് യു പറയുന്ന പോലെയാണ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി എനിക്ക് നല്ല വഴി കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ പൊട്ട കാര്യങ്ങളൊന്നും ചെന്ന് പെടാതെ എല്ലാവരുടെ ലൈഫും നല്ല സ്മൂത്ത് ആയിട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അമ്പലത്തിലെത്തി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ ബാക്കിൽ ഏതോ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട്, ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത് ചിരിച്ചുകൊണ്ട്. ഞാൻ പോട്ടെ. ലൈമി അത്ര തിരക്കൊന്നുമില്ല. നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കാണിച്ചു തരാം കേട്ടോ. പറശ്ശിനിയിലെ ഫുഡ് എല്ലാവർക്കും അറിയായിരിക്കും. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ ഫുഡിന് ഇത്ര ടേസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലാണ് ഈ മെനു എങ്കിൽ നമ്മൾ അമ്മേനൊക്കെ പറയും ഇതാണോ കഴിക്കാനുള്ളതെന്ന് പറയും. പക്ഷേ ഇത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഇപ്പം പറശ്ശിനി പോകുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സാധനം കേട്ടോ ഇത്. പണ്ട് നമ്മളൊരു ശോഭാസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു, ഒരു പുളിക്കട്ട, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം നമ്മൾ തിരിച്ചെത്തിയിട്ടോ. വരുന്ന വഴിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സ് എടുക്കുന്നത് കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോഴത്തേനും ഇവിടെ ഒരാൾ എന്നെ നോക്ക്. ചോട്ടോ, ഏയ് ചോട്ടോ എന്നെ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. വരുന്ന വഴിക്ക് പപ്പേൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ആകെ കൂടെ ഹറിബറി ആയിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി.
ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ അവിടെ അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു, അതായത് പെട്ടെന്ന് എടുക്കണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് 2 ട്രയൽ ചെയ്ത് നോക്കി, 2 അങ്ങ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അതിൽ ഒരെണ്ണം ഞാൻ ഇന്ന് വൈകുന്നേരം ഇടും. ഓക്കെ. സോ ചോട്ടു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സോറി കാണാമല്ലോ അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ട് വാക്ക് പറയൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് 2 വാക്ക് പറയാടാ. എല്ലാവരും സബ്സ്ക്രൈബ് എന്ന് പറ. ഇതെന്ത് കളിയാന്ന് എനിക്കറിയില്ല. ഇത് സ്നേഹപ്രകടന കളിയാണ്, കണ്ടപ്പോൾ ഉള്ള സ്നേഹപ്രകടന കളിയാണ്. പേടിത്തോട്ടെ. ചോട്ടുവിന് ഇന്ന് ഇഞ്ചക്ഷൻ വെക്കേണ്ട ദിവസമായിരുന്നേ. ചോട്ടു പോയി സൂചിയൊക്കെ വെച്ച് വന്നതിൻ്റെ ക്ഷീണത്തിലാണ്. ചോട്ടുവിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സർക്കിട്ട് ഉണ്ട്. അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ അപ്പു കയ്യോടെ 2 അടിയും കൊടുക്കും, പിന്നെ നല്ലൊരു ട്രീറ്റും കൊടുക്കും. അപ്പോൾ അപ്പുവിനെ ഇന്ന് ഒരു അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അടി കിട്ടാനാണോ അതോ ട്രീറ്റ് കിട്ടാനാണോ എന്നറിയാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുമായിരുന്നു എന്നെ ചുറ്റിപ്പറ്റി. അപ്പം ഇവർ സ്നേഹപ്രകടനം. പനിയുണ്ടോ? ഇവർക്ക് പനിക്കുമോ ഇതിനെ സൂചി വെച്ചാ? അയ്യോ. ഹലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. ഞങ്ങൾ ഇന്ന് മൊത്തം അവിടെ ഇവിടെ ഓടി നടക്കലായിരുന്നല്ലേ. അപ്പോൾ ഈ വൈകുന്നേരം ആയിട്ടുണ്ട്, നമ്മൾ ജിമ്മിൽ പോവാണ്. ഇനി അപ്പു ലീവ് കഴിഞ്ഞ് മറ്റന്നാൾ പോവാണ്. അപ്പോൾ അപ്പു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നില്ല, പിന്നെ ഹോം വർക്കൗട്ട് പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം 2 മന്ത്സ് കഴിഞ്ഞാൽ അപ്പു വീണ്ടും വരും, അന്നേരം വീണ്ടും ജിമ്മിൽ പോയി തുടങ്ങാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്നും നാളെയും കൂടിയാണ് നമ്മൾ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ജിമ്മാണ്. ദിസ് ഈസ് മൈ ജിം ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വരാം. അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുമോ എന്നറിയില്ല, കാരണം ഈവനിങ് ആണ്. ഇപ്പോൾ ഈവനിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നൊന്നും എടുക്കാനൊന്നും പറ്റില്ല. എടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊന്നും പ്ലാനില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ 2-3 ഷോർട്സൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. അത് കഴിഞ്ഞ് വന്ന് റെഡി ആയിട്ട് വൈകുന്നേരം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കാണിക്കാം. ഓക്കെ, ബൈ. ഹായ്. ഞാൻ പറഞ്ഞില്ലേ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജിമ്മ് കഴിഞ്ഞ് വരികയാണ്. വന്നു. ഇതെന്താ ഈ ലൈറ്റ്? അപ്പോൾ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ഒന്നും ആഘോഷമില്ല എന്ന് പറഞ്ഞാലും എല്ലാ വർഷവും ഒരു കേക്ക് കട്ട് ചെയ്യും. നമ്മുടെ ആനിവേഴ്സറി ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ അമ്മേനെ ആനിവേഴ്സറി, പപ്പേൻ്റെ അമ്മേനെ ആനിവേഴ്സറി, ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ കേക്ക് കട്ട് ചെയ്യും നമ്മൾ. അപ്പോൾ എന്തായാലും കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൂൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ വിചാരിച്ചു എന്നാൽ കേക്ക് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കേക്ക് നേരത്തെ അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് വന്ന് നമുക്ക് വീട്ടിൽ പോയി ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. ഒരു 8 o'clock ഒക്കെ കഴിയുമ്പോഴത്തേനും ഫ്രണ്ട്സൊക്കെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നൈറ്റ് ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർക്ക്, ഫുഡും കേക്കും അങ്ങനെ. ഓക്കെ, അപ്പോൾ പോയിട്ട് എനിക്കൊന്ന് റെഡി ആവണം. ഞാൻ പുതിയ ഡ്രസ്സെല്ലാം എടുത്തപ്പോൾ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടൊന്ന് സുന്ദരി മണിയാവണം. സുന്ദരി എന്നല്ല, നമ്മളെ വീട്ടിൽ നമ്മളെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ്, നാട്ടിലെ ഗ്യാങ് എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ല, അപ്പൂൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കൊന്നല്ലേ, എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അപ്പൂൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ. സോ അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് ആൾക്കാർ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ആഡ് ടു മെൻഷൻ അടിച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആഡ് ടു മെൻഷൻ അടിച്ചിട്ടില്ല. ഞാൻ ഇന്നും ഒരു സ്റ്റോറിയും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അങ്ങനെ കേട്ടോ. ഞാൻ പെട്ടെന്ന് അവിടെ ശ്രദ്ധിച്ചു പോയി. അവിടെ ഒരു ചേട്ടൻ എൻ്റെ കണ്ണിങ്ങനെ പോകുമ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് ഏജ് ആയൊരു ചേട്ടനാണ്, പക്ഷെ ചേട്ടന് സംസാരിക്കാൻ പറ്റാത്ത ആളാന്ന് തോന്നുന്നുണ്ട്. ആളിങ്ങനെ ഇങ്ങനെ ആക്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഫോണിൽ എന്തോ പറയാം. അപ്പം ഞാൻ ഫസ്റ്റ് ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വെച്ചു പിള്ളേരോടൊക്കെ സംസാരിക്കില്ല, കുഞ്ഞു മക്കൾ ആരെങ്കിലും ഉണ്ടോ, വീഡിയോ കോളിലാണോ പറയണതെന്ന്. വീഡിയോ കോളിലാണ് ആക്ച്വലി സംസാരിക്കുന്നത്, അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ ആ ചേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സൈൻ ലാംഗ്വേജ് വെച്ച് സംസാരിക്കാം. അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊരു റാൻഡം കാര്യം. അപ്പം നമ്മളിപ്പോൾ തളിപ്പറമ്പ് ടൗണിലാണ് ഉള്ളത്. അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിഷ് ചെയ്തു. കുറച്ച് ആൾക്കാർ വിളിച്ച് വിഷ് ചെയ്തു. എല്ലാവരോടും ഒരുപാട് സ്നേഹം, എന്താ പറയുക, ഒരുപാട് സന്തോഷം. പക്ഷെ പണ്ടത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. പണ്ടില്ലേ നമ്മൾ പിറന്നാളാണെന്ന് പറയുമ്പോൾ തന്നെ 2 മാസം മുന്നേ ഞാനൊക്കെ പിറന്നാളിൻ്റെ പേര് പറയും 2-3 ഡ്രസ്സൊക്കെ എടുപ്പിക്കുമായിരുന്നു അമ്മേനെ കൊണ്ട്. ഇപ്പം എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ അഞ്ജന എന്നുള്ള കേക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞേ കേക്കിൽ എന്താ എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ സ്നേഹാതരമായി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ. അപ്പം അപ്പോൾ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അഞ്ജന എന്ന് എഴുതിയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ജന എന്ന് എഴുതിയ കേക്ക് വേണ്ട, എനിക്ക് എന്നെ അഞ്ജനേന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അഞ്ജന വിളിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു എന്ന് എഴുതിയ കേക്ക് മതി എനിക്ക്. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് മൈ വൈഫ് മൈ ഗുണ്ടു, അത് വേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൂടായിരുന്നോ നിനക്ക്? ഹാപ്പി ഹാപ്പി നീ എന്താ എഴുതിയെന്ന് ഗസ് ചെയ്യാനാ? ഹാപ്പി ബർത്ത്ഡേ അഞ്ജുമ. നോക്കാം എന്താ എഴുതിയില്ല. ഇപ്പൊ നോക്കണ്ട, വീട്ടിലെത്തിട്ട് നോക്കിയാൽ മതി. ഏത് കേക്കാ? ഇതെന്താ ചോക്കോ, ഒരു ബോണസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്, ചോക്കോ ബാർ. ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കും. ആണോ? അല്ല, അതന്നെ ഞാൻ പറഞ്ഞേ, നീ എക്സ്ട്രാ ഒരു സാധനം കൂടെ. അപ്പൊ നിങ്ങക്ക് എന്നെ കാണാനില്ലല്ലോ, മുന്നിലൊരു ബസ്സാ പോകുന്നത്, ബസ്സിന്റെ ലൈറ്റിലാണ് ഇപ്പൊ എന്നെ കാണുന്നത്. ലൈറ്റ് ഇടണ്ടപ്പോ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ റെഡി ആയിട്ട് വരാം. ബിക്കോസ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ജിമ്മ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ വിളിച്ച ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതാവുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ പോയിട്ട് എടുത്തതല്ല, അതുകൊണ്ട് ലൂസാണ്, ഓൾട്ടർ ചെയ്യണം ശരിക്ക്. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റിൽ എവിടുന്ന് ഓൾട്ടർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിൽ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുത്തിയത് ശരിയായിട്ടില്ല, ഒന്നും കൂടെ കുത്തണം. പിന്നെ കഴുത്തൊക്കെ കുറച്ച് വൈഡാണ്, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ഒരു പോണിറ്റെയിൽ കെട്ടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അധികം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി പോലെ വലിയ പരിപാടിയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇതാകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കും. അപ്പം പിന്നെ ഒന്ന് ഒരുങ്ങി നിന്നേക്കാം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ കുറച്ച് ഹെയർ ഫ്രണ്ടിലിട്ടിട്ട് ബാക്കി ഒരു പോണിറ്റെയിൽ കെട്ടാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പോയപ്പോൾ ഫുഡ് എടുത്തില്ല. സോ അപ്പോൾ വന്നു എന്ന് തോന്നുന്നു, അത് ആരൊക്കെയോ വന്നു എന്ന് തോന്നുന്നു. നമ്മളെ ചോട്ടുവിൻ്റെ കുരയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ പറയുന്നത് എന്താണെന്നറിയാം, അവരെ താഴെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര്. അപ്പോൾ എനിക്ക് ഷൈയാണ്. നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഞാൻ നേരിട്ട് ഞാൻ കുറച്ച് ഷൈയാണ്. ഷൈ ഇൻ ദ സെൻസ് അങ്ങനെയല്ല, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ നന്നായിട്ട് കമ്പനിയായിട്ട് സംസാരിക്കും എല്ലാവരോടും. പക്ഷേ പെട്ടെന്ന് ഈ യൂട്യൂബിൻ്റെ കാര്യമെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവും. അതായത് യൂട്യൂബിലെ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. അറ്റ് ദ സെയിം ടൈം എനിക്കിങ്ങനെ അയ്യോ അങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കാൻ ഒരു മടി തോന്നുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അവർക്ക് എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ എന്നെ താഴെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഊക്കി വിടും. ഇതിപ്പോൾ യൂട്യൂബിൽ വരില്ലേ, ഇതിപ്പോൾ അങ്ങനെ വരില്ലേ എന്ന് വെച്ചാൽ ഇത് കഴുത്ത് ഭയങ്കര ഇറക്കിയിട്ടാ. 2 സൂചി പിന്ന് കണ്ടുപിടിക്കട്ടെ ഞാൻ, ആൻഡ് ഇതൊന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് വരാം. സോ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്, ഇത് എൻ്റെ നെക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങും. പിന്നും പൊട്ടി ബാക്കത്തെ. എന്ത് കഷ്ടമാണ്. ഐ ആം ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ ഡേ. പക്ഷേ ഞാൻ ജിമ്മിൽ പോയപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടതാ, കുളിച്ചിട്ടില്ല. വന്നിട്ട് പെട്ടെന്ന് കൈയും കാലം കഴുകി റെഡിയായി. ഞാൻ പറഞ്ഞില്ല, ലേറ്റായി. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് റെഡിയാവാം. മേ ബി അവർ താഴെ നിന്ന് കമൻട്രി പറയുന്നുണ്ടാവും, എൻ്റെ സംസാരം താഴേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, 25 വയസ്സായ തള്ളയെന്ന് പറയൂ എന്നെ കണ്ട. ദാറ്റ്സ് ഓക്കെ. പിറന്നാളിന് വയസ്സ് പറയാൻ പാടില്ല എന്നാണ്, ആയുസ് കുറയുന്നൊക്കെ ഉണ്ട്. സോ ഗൈസ്, ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇതൊരു ഫ്രോക്കാണ് കേട്ടോ. പെട്ടെന്ന് കണ്ണും പൂട്ടി ചടപടയിച്ചിട്ട് എടുത്തൊരു സാധനമാണ്. അധികം ട്രയലിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്കിത് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. ഹോപ്പ് യു ഓൾ ലവ് ദിസ്. ഇത് ഇവിടുന്ന് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ എന്നെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ട് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു മീ മുറിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. എൻ്റെ ഗസ് ഒട്ടും തെറ്റിയില്ല. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ അഞ്ജുമ എന്ന് എഴുതിയ കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നിൽ ഒരു ലോഡ് മനുഷ്യന്മാരുണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടണേന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ ട്യൂണിൽ ഹാപ്പി ബർത്ത്ഡേ പാടുന്നതാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. കാരണം ഒരുപാട് ആൾക്കാർ അവരുടെ ലൈഫിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടാണല്ലോ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ.
പക്ഷേ ഈ ഒരു ദിവസത്തിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത് എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ ബ്രദറിനെയാണ് കേട്ടോ. ബിക്കോസ് എല്ലാ ബർത്ത്ഡേയും ഞാൻ അവരുടെ കൂടെയാണ് ആഘോഷിക്കാറുള്ളത്. ഇപ്പം ഞാൻ കണ്ണൂർ വന്നതിന് ശേഷമാണെങ്കിൽ അവരെല്ലാ വർഷവും വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം വന്നു. പക്ഷേ ഇത്തവണ അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഈ ബർത്ത്ഡേയും നമ്മൾ ആഘോഷിച്ചു. ഇവരൊക്കെയാണ് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വന്ന വിശിഷ്ട അതിഥികൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു നോർമൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയാണ്. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാം. അപ്പോൾ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് ബൈ ഗൈസ്.